ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൂലകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അതായത് ക്ലോറിനെ കുറിച്ച്. മോഡേൺ പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പിലാണ് ഈ ഒരു മൂലകം കാണപ്പെടുന്നത്. 17ാമത്തെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരനാണ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയായി നമുക്ക് ക്ലോറിനെ കാണാം. അറ്റോമിക നമ്പർ 17 ആണ്. പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പിലും 3ാമത്തെ പീരീഡിലുമായിട്ടാണ് ക്ലോറിൻ എന്ന എലമെൻറ്റിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1774 കോൾ വില്യം ഷീലെ എന്ന് പറയുന്ന വ്യക്തിയാണ് ക്ലോറിനെ കണ്ടെത്തിയത്. ക്ലോറോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പദം ഉണ്ടാകുന്നത്. പക്ഷേ ക്ലോറിന് പേര് നൽകിയത് ഹംഫ്രി ഡേവിയാണ്. ക്ലോറിൻ്റെ ഇലക്ട്രോണിക വിന്യാസം 287. ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ 2ാമത്തെ മൂലകമാണ് ക്ലോറിൻ. ഫ്ലൂറിനാണ് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 1ാം ലോക മഹായുദ്ധത്തിൽ വിഷവാതകമായി ഉപയോഗിച്ചത് ക്ലോറിനെയാണ്. പോളിമർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മൾ PVC എന്നൊക്കെ പറയാറില്ലേ, PVCയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് ക്ലോറിൻ. അണുനാശിനിയായും ക്ലോറിനെ ഉപയോഗിക്കുന്നു. വിവിധങ്ങളായ രാസപദാർത്ഥങ്ങളുടെ രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ക്ലോറിൻ. ക്ലോറിനെ കുറിച്ച് മത്സര പരീക്ഷകളിൽ നമുക്ക് ചോദ്യങ്ങളെ കാത്തിരിക്കാം.